തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പിണറായി വിജയന്റെ വിദേശയാത്രകൾ ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും കണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ട ആശീർവാദവും വാങ്ങിക്കഴിഞ്ഞു. അതിന് ചെലവായത് കോടികൾ. ലോക കേരള സഭ, അതിനും കോടികൾ, അതും കഴിഞ്ഞു. പുസ്തകോത്സവം നിയമസഭയിൽ, അതും കഴിഞ്ഞു, അതിനും ചിലവായത് കോടികൾ. പിന്നെ ഈ ബജറ്റിലെ മോഹന വാഗ്ദാനങ്ങൾ, അത് ഇത്തിരി പൊളിക്കും. മെയ് മാസം ഒന്ന് കടന്നു കിട്ടണം, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ട്രഷറിയിൽ പെറ്റുകിടക്കുന്ന ആ പൂച്ച ഇതേവരെ എണീറ്റ് പോയിട്ടില്ലെന്ന് വി ഡി സതീശൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. എന്നിട്ടും കേട്ടമട്ടില്ല. സെക്രട്ടേറിയറ്റിൽ വരുന്ന തമ്പുരാന്മാർക്ക് പണം ഇന്ന് വരും, നാളെ പോകുമത്രേ. എന്നാൽ വോട്ട് ഇന്നേ വരൂ, നാളെ കിട്ടില്ലത്രേ. ഇതാണ് അവരുടെ അബദ്ധധാരണ. ഇതാ കേരളം കാത്തിരിക്കുന്ന മുൻകൂർ കൊള്ളയ്ക്ക് ഇതാ വീണ്ടും ഒരുങ്ങുകയാണ്. ഇത് ഇടത് അനുകൂലികളായ PR ടീമുകൾക്ക് ഇപ്പോൾ കുമ്പ് നിറയ്ക്കാൻ ഇടത് സർക്കാരിലെ വേണ്ടപ്പെട്ടവർ നൽകുന്ന GPay വായ്പയാണ്. തിരിച്ചടയ്ക്കേണ്ടതില്ല. ഇനി അഥവാ മൂന്നാം ടേബിളിൽ പിണറായി സർക്കാർ വന്നില്ലെങ്കിലോ ആരുത്തരം പറയും? ഇതിനൊക്കെ ഇങ്ങനെ വാരിക്കൊരി കൊടുക്കുന്നതിന് ആര് ചോദിക്കും? ആരുത്തരം പറയും? കാര്യം ഇതാണ്, ശമ്പളം, പെൻഷൻ, ഇത് രണ്ടും കൊടുക്കാൻ പണമില്ലാതെ നട്ടം തിരിയുന്ന പിണറായി സർക്കാർ 5 വർഷം കഴിഞ്ഞുള്ള ഒരു ആഘോഷത്തിന് ഇപ്പോഴേ ഖജനാവ് കാലിയാക്കുന്നു. പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണം അത് ഇത്തിരി കടന്നുപോയോ എന്നാണ് സംശയം. ആ ദീർഘവീക്ഷണം ഇങ്ങനെയാണ്: 2031 മാത്രം കേരളം രൂപീകൃതമായതിന്റെ 75ാം വാർഷികമാണ്. അത് ആഘോഷിക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന വിഷൻ 2031 ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി. ഇതാണ് നീണ്ട പേര്. ഈ പരിപാടിക്കായി 3.3 കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 2031 വരുന്ന ആഘോഷത്തിന് അതിനുവേണ്ടി ഇപ്പോഴേയുള്ള ഈ പാഴ്ചെലവ്, വിദേശത്ത് നിന്നടക്കം അതിഥികളെ എത്തിക്കുന്ന യാത്രാ ചെലവ് 1.5 കോടിയോളം. പിണറായി വിജയന്റെ കടും വെട്ടിൽ മറ്റൊന്നാണോ ഇതെന്നാണ് ഉയരുന്ന ചോദ്യം. ജനുവരി 30 മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് വകുപ്പ് പുറത്തിറക്കിയ ഒരു ഉത്തരവിലാണ് ഈ തുക അനുവദിച്ച് തള്ളിയിരിക്കുന്നത്. 2031 ഫെബ്രുവരി 15 മുതൽ 3 ദിവസം 17 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ പരിപാടിക്ക് അനുവദിക്കുന്ന തുക കേട്ടാൽ നിങ്ങൾ വീണ്ടും ഞെട്ടും. വിദേശത്തു നിന്നും മറ്റും അതിഥികളെ എത്തിക്കാനുള്ള യാത്രാ ചെലവിന് അതിന് മാത്രം 1.33 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ആരാണ് ഈ അതിഥികൾ? ലോക കേരള സഭയിലെ പിണറായി സർക്കാരിന്റെ ഏജന്റുമാർ. ഉദ്ഘാടന ചടങ്ങിനും സ്റ്റേജ് കെട്ടാനുമായി 70 ലക്ഷം രൂപ, തീറ്റ അടിക്കാൻ 45 ലക്ഷം, ഉണ്ടുറങ്ങിയാൻ 13.5 ലക്ഷം പ്രത്യേകം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ കിറ്റ് മസ്റ്റാണ്, 8.35 ലക്ഷം. സമാപന സമ്മേളനം മോടി പിടിപ്പിക്കാൻ 30 ലക്ഷം. ഒരൊറ്റ ചോദ്യം: ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, ഇടത്തരക്കാർക്ക് ഇതിൽ നിന്നും എന്ത് ഗുണം ലഭിക്കും? സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് ധനവകുപ്പ് ആവർത്തിച്ച് പറയുമ്പോഴാണ് പ്ലാനിംഗ് ആൻഡ് എക്കണോമിക്സ് അഫയേഴ്സിൽ നിന്നും ഈ ഒരു കടുംവെട്ട് ഉത്തരവ് വന്നിരിക്കുന്നത്. BRD, CDT എന്നീ സ്ഥാപനങ്ങൾക്കാണ് പരിപാടിയുടെ സംഘടന ചുമതല. സ്വാഭാവികം. നേരത്തെ ഉത്തരവിറക്കിയ ലക്ഷ്യം ഇതാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. പെരുമാറ്റച്ചട്ടം വന്നാലും പരിപാടി നടന്നിരിക്കണം. ക്ഷേമ പെൻഷൻ പ്രഖ്യാപനമേ ഉള്ളൂ, കൊടുക്കാൻ പണമായിട്ടില്ല. എവിടെ നിന്നത് കൊടുക്കുമെന്ന് ചോദിക്കുന്നവരോടാണ്. ഈ കൊടുക്കുന്നതെല്ലാം ഇടത് സർക്കാരാണ്. ആർക്കും എന്തും വാരിക്കോരി കൊടുക്കും, പക്ഷേ ഇടതന്മാരായിരിക്കണം. പണം എഴുതി വാങ്ങിക്കുന്നത് ഇടതുകാരായ PR ടീമുകളും അവരുടെ ഒരകെട്ടുകാരുമാണ്. പപ്പനാവിന്റെ പണം ഇവരെന്തും ചെയ്യും.